സ്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, കട്ട സ്കാം നടക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ എല്ലാ ഫീൽഡിലും ഉണ്ട്. ഹോട്ടൽ ഫീൽഡ് ആയാലും അതെ, മെഡിക്കൽ ഫീൽഡ് ആയാലും അതെ. കൂടുതലും എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കിയ പൈസ കൊണ്ടുപോയിട്ട് വേറെ ആൾക്കാരെ കയ്യിൽ കൊണ്ട് കൊടുക്കുമ്പോൾ എന്നിട്ട് ആ ജോലി കിട്ടാണ്ടിരിക്കുമ്പോൾ ഉണ്ടല്ലോ, നല്ല വിഷമമാണ്. നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, പുള്ളിക്കാരൻ അയർലൻഡിലായിരുന്നു. ആൾ UK ഒരു ജോലി കിട്ടി, ഓഫർ ലെറ്റർ കയ്യിൽ കിട്ടി, നല്ല ബെറ്റർ സാലറി എല്ലാം കൂടിയിട്ട് പുള്ളിക്കാരൻ അവിടേക്ക് പോകാൻ നിൽക്കുക, പേയ്മെൻറ്റ് ചെയ്യാൻ നിൽക്കുകയാണ്. വിസയുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് വിസ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തെന്നൊക്കെ പറഞ്ഞത്. ആ സമയത്ത് മാഞ്ചസ്റ്ററിലുള്ള ഒരു ഫ്രണ്ടായിട്ട് ഞാൻ കോൺടാക്ട് ചെയ്തപ്പോൾ ഈ ഹോട്ടലിരിക്കുന്ന സ്ഥലത്ത് വേറെ എന്തോ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അതേപോലെയാണ് സ്കാം. നമ്മളിപ്പോൾ ഒരു ജോലിക്ക് ട്രൈ ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് അവിടുത്തെ വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ പക്കയായിട്ട് നടത്തുക. അത് ഫോൺ കോൾ മാത്രമല്ല, ഗൂഗിൾ റിവ്യൂസും മാത്രമല്ല, എല്ലാ രീതിയിലും നോക്കുക. അവിടെ ആ സ്ഥലത്ത് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരായിട്ട് ആ ഹോട്ടലിൽ പോയിട്ട് അവിടുത്തെ HR ആയിട്ട് കോൺടാക്ട് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ രീതിയിൽ പക്കയായിട്ട് പലവട്ടം വെരിഫിക്കേഷൻ നടത്തുക. നമ്മൾ രൂപ കൊടുത്തിട്ടാണ് ഈ പരിപാടി ചെയ്യണമെന്ന് വെച്ചാൽ. ഈ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും കാണുന്ന ആഡ് ത്രൂ ഒന്നും, അതുപോലെ മറ്റേ ഇവർക്ക് ഇത്ര ജോലി, ഇങ്ങനെ വേക്കൻസി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ചെയ്യുന്ന സ്ഥലത്തേക്ക് ഒന്നും പോയി തലവയ്ക്കാൻ നിൽക്കണ്ട. പക്കയായിട്ട് വെരിഫൈ ചെയ്യുക. പൈസ പോകുമ്പോൾ വലിയ സുഖമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ശ്രദ്ധിക്കുക, ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് പൈസ പോകാണ്ട് നോക്കുക. ഓക്കെ, ബൈ.